അങ്ങനെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. 8:15 തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 27 വർഷത്തിനു ശേഷം ഇന്ദ്രപ്രസ്ഥം പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ആം ആദ്മി പാർട്ടി നിൽക്കുമ്പോൾ നിലവിലെ നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലും, നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനും ഒപ്പം ലിജോയും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്ത് ബാലകൃഷ്ണനിലേക്കാണ്. ശ്രീജിത്ത്, വോട്ടെണ്ണൽ തുടങ്ങി. തീർച്ചയായും 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഏതാണ്ട് 8:15 കൂടി തന്നെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. ഏതാണ്ട് നഗരങ്ങളിൽ നിന്നുള്ള, അതായത് ന്യൂഡൽഹി കേന്ദ്രീകരിച്ചുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ ഏതാണ്ട് 8:15 കൂടി തന്നെ വരും. എന്നോടൊപ്പം ലിജോ ഉണ്ട്. ലിജോ ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ആൾ കൂടിയാണ്. ലിജോ, ഈ ആദ്യ ഫലം എന്തായാലും 8:15 കൂടി വരും. പക്ഷെ ആര് ഭരിക്കുമെന്ന് അറിയണമെങ്കിൽ സമയമെടുക്കും. തീർച്ചയായും സമയമെടുക്കുക. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 11 മണിയോട് കൂടി തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുന്നതാണ്. 70 മണ്ഡലങ്ങളേ ഉള്ളൂ. വളരെ ചെറിയൊരു സ്ഥലത്ത് നിന്നുള്ള സ്ഥലമാണ്. ഏതാണ്ട് 1.5 കോടി ആളുകൾ, അതിൽ തന്നെ 60% ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വരും. 11 മണിയോട് കൂടി തന്നെ ഒരു ധാരണയുണ്ടാവും. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായ ആത്മവിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. അതിന് കാരണം ഇത്തവണ അവർ കുറേ കൂടി വൃത്തിക്ക് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് ശതമാനമാണ്. ഏതാണ്ട് 54% വോട്ട് BJPക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 98-ന് ശേഷം ഏതാണ്ട് 27 വർഷമായിട്ട് BJPക്ക് അവിടെ ഭരിക്കാൻ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം. പക്ഷേ നരേന്ദ്രമോദി എന്നുള്ള അതിശക്തനായിട്ടുള്ള ഒരു നേതാവ് 2014 മുതൽ ഇത്രയും വർഷമായി അവിടെ 3 ടേമിലേക്ക് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഡൽഹി പോലൊരു സംസ്ഥാനം കിട്ടാത്തതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്കുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അത് പലതരത്തിൽ അവർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടെയുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പലതരത്തിൽ പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട എപ്പോഴും വിഷയങ്ങളിൽ പോലും വളരെ സജീവമാണ്. അതെ, ദേശീയ നേതൃത്വം ഇടപെട്ടാണ് അതിൽ എപ്പോഴും അവർ അതിനുവേണ്ടി നിന്നിരുന്നത്. ബജറ്റിന്റെ ഒരു പ്രഖ്യാപനം, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പാണ്, പോളിംഗിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായത്. നമുക്കറിയാം ഏറ്റവും വലിയ പ്രഖ്യാപനം ആദായ നികുതിയിലെ വലിയ ഇളവാണ്. അതൊരു പക്ഷേ ഡൽഹി പോലുള്ള സംസ്ഥാനത്ത്, പിന്നെ കേരളത്തിൽ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത്, ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ഒരു ആനുകൂല്യം, അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് വലിയ രൂപത്തിലാണെന്നുള്ളൊരു വലിയ ആശ്വാസത്തിനും സന്തോഷത്തിലൊക്കെയാണ്. സ്വാഭാവികമായും ഡൽഹി രാജ്യതലസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള പ്രദേശം കൂടിയാണ്. സാധാരണക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്നാൽ പോലും അത് ഡൽഹി ഇലക്ഷനെ എങ്ങനെയാണ് ആദ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പോളിംഗിനെയും അതിൻ്റെ ഗുണത്തെയും സ്വാധീനിച്ചിരിക്കുക? ഇതിൽ ഒരു രസകരമായ ഒരു കാര്യം, BJP ഡയറക്റ്റ് പ്രചാരണം നടത്തുന്ന ഒപ്പം തന്നെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറേ പ്രചരണങ്ങൾ വേറെ തരത്തിൽ കൂടെ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലെ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട സ്ലാബ് ഉയർത്തുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത്. ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ ഒരു 16%-ഓളമാണ് ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആളുകളുള്ളത്. അവരാണ് കുറേ കൂടി സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ ആ തരത്തിൽ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട സ്ലാബിലൊക്കെ പ്രധാനമായി നിൽക്കുന്ന ആളുകൾ. മറ്റുള്ള ആളുകൾ കുറേ കൂടി ഇടത്തരവും അതിന് തൊട്ട് താഴേക്കുള്ള. അപ്പോൾ ഈ ഇടത്തരം അല്ലെങ്കിൽ മധ്യവർഗ ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം. അത് ഒരു തരത്തിൽ BJPക്ക് ഗുണമാവുന്നുള്ളത് തന്നെ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വോട്ട് അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ഭക്തിയാണ്. അത് ഏറ്റവും ഒടുവിലായി ഈ വോട്ടെടുപ്പ് ദിവസം നരേന്ദ്രമോദി ചെയ്തൊരു കാര്യം, പ്രധാനമന്ത്രി നേരെ വാരണാസിയിലെത്തി, അതായത് പ്രയാഗ്രാജിലെത്തി അവിടെ ഒരു സ്നാനം നടത്തുന്നു. ആ തരത്തിൽ ഭക്തി ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങി. 2-2 ആം ആദ്മി പാർട്ടി 2, BJP 2. 2-ൽ നിന്ന് 3-3 പോവുകയാണ് കാര്യങ്ങൾ ചെയ്തു. 3-3 എന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങളെ മറികടക്കുന്നതായിരിക്കുമോ എന്ന് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയില്ല. തുടക്കത്തിൽ തന്നെ ഇഞ്ചോടിഞ്ച് ശ്രീജിത്ത്. തീർച്ചയായും ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതുവരെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം തന്നെ BJPക്ക് വലിയ തരത്തിലുള്ള നേട്ടം ഉണ്ടാകുമെന്നുള്ള ഒരു പക്ഷേ 50 സീറ്റുകൾക്ക് മുകളിലേക്ക് BJP പോകുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പക്ഷേ ഇപ്പോൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്, അത് വളരെ ഏറ്റവും നമുക്കിപ്പോൾ ഒരു ഫലസൂചന എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രെൻഡോ എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ 3-3 എന്ന നിലക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. 3 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 3 സീറ്റിൽ BJPയും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
പോസ്റ്റൽ വോട്ടുകളാണ്. സ്വാഭാവികമായി നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടുകളായിരിക്കും, വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ പോലും ഒരു നെക്ക് ആൻഡ് നെക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. തൊട്ട് മുൻപ് നടന്ന ഹരിയാനയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാവുകയും കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡാണെന്ന് നമ്മൾ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു ഒരു ഫലസൂചനയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ മാറിയേക്കാം, നമുക്ക് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പാണ്, പോളിംഗ് ആണ്, ജനം വോട്ട് ചെയ്തതാണ്. ഇത് പോസ്റ്റൽ വോട്ടുകൾ സ്വാഭാവികമായും എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിക്ക് കൂടെ ഗുണകരമാകാറുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റൽ വോട്ട് ഒരു പക്ഷേ BJP ക്ക് ഇത്തവണ കൂടുതൽ കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതെ, സർക്കാർ ജീവനക്കാർ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ BJP ക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ 3-3 തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ നേതാവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞത് ഒരു പക്ഷേ ചിന്തിക്കേണ്ടതാണ്. കാരണം സന്ദീപ് ദീക്ഷിത് പറഞ്ഞത് സഖ്യ സർക്കാരിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നാണ് പറഞ്ഞത്. എന്തും സാധിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലും ഇത് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരമാണെങ്കിൽ BJP ക്ക് ഒന്നും നോക്കണ്ട, വളരെ കൂളായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ അത് തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ തന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഏതാണ്ട് 74% ഡൽഹിയിലുള്ള വോട്ടർമാരെന്ന് പറയുന്നത് അവർ ഇടത്തരത്തിലും താഴേക്കുള്ള ആളുകളാണ്. അതായത് അവിടെയുള്ള സ്ലമ്മുകളിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ജുഗികളിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ വളരെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് ആം ആദ്മി സർക്കാർ കഴിഞ്ഞ ഏതാണ്ട് 2013 മുതൽ ഇങ്ങോട്ട് ഇത്രയും വർഷം, ഏതാണ്ട് 12 വർഷത്തോളമായി ലഭിക്കുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളവും കരണ്ടുമായി ബന്ധപ്പെട്ട അതിന്റെ ചാർജുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണ്. 15,000 തൊട്ട് 20,000 രൂപ വരെയൊക്കെ ഒരു മാസം അവർ ലാഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അതെ, അങ്ങനെയുള്ള ആ ആനുകൂല്യങ്ങൾ വിട്ടുകളയാൻ അല്ലെങ്കിൽ അത് ഞങ്ങൾ മാറിയാൽ അത് മാറും എന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ പ്രചരണം ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഏത് തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് ഇഞ്ചോടിഞ്ച് എന്ന നിലയ്ക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് വേറെ കാര്യങ്ങളില്ല, ഈ ഇപ്പോൾ 3-3 എന്ന് നിൽക്കുന്നു. അതൊരു പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിലെ ഫലസൂചനയായി നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു അതായത് ഒരു 36 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ 40 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി പോവുകയാണ് എങ്കിൽ BJP അതിനെ എങ്ങനെയായിരിക്കും തിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തായാലും BJP സംബന്ധിച്ച് അധികാരത്തിൽ എത്താതെ വേറെ നിർവാഹമില്ല. അത് എന്തായാലും ഇപ്പോൾ 8 MLA-മാരാണ്, അതായത് സീറ്റ് ലഭിക്കാത്ത 7 പേരും ഒരാളും, അങ്ങനെ 8 പേർ നിലവിൽ BJP-യിലേക്ക് പോയി കഴിഞ്ഞ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഈ ജയിക്കുന്ന ആളുകളെ പിടിക്കാൻ എന്തായാലും BJP ശ്രമിക്കും എന്ന് ഉറപ്പാണ്. അതിലൊരു സംശയമില്ല, അക്കാര്യത്തിൽ ഒരു സംശയം ഇല്ല. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം ഡൽഹി എന്നത് അവരെ സംബന്ധിച്ച് വലിയ ഭയങ്കരമായ ആവശ്യമുള്ള, അതൊരു ആവശ്യമെന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സ്ഥലം, അഭിമാന പോരാട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. കാരണം അവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രത്തിൽ അവർക്ക് അധികാരമില്ലാതിരിക്കുകയും അവരെ സംബന്ധിച്ച് അവിടെ നടത്തേണ്ട പല കാര്യങ്ങളിൽ വലിയ തടസ്സം നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ അവിടെ നിന്ന് മാറേണ്ടതും BJP അവിടെ അധികാരത്തിൽ വരേണ്ടതും BJP നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഏത് തരത്തിലും നരേന്ദ്രമോദിക്കും BJP-ക്കും വേണ്ടി അമിത്ഷാ അടക്കമുള്ള ആളുകൾ അത് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൽ 2-3 സീറ്റ് അല്ലെങ്കിൽ 5 സീറ്റൊക്കെ ആണെങ്കിൽ വളരെ ഈസിയായി മാനേജ് ചെയ്യുന്നതാണ്. ഞാൻ ഇടപെടുന്നു. ആം ആദ്മി പാർട്ടി ഇപ്പോൾ 4 സീറ്റിൽ മുന്നിലാണ് എന്നൊരു കൗതുകരമായ, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹരിയാനയിൽ കോൺഗ്രസിന് പ്രതികൂലമായിട്ടാണ് സംഭവിച്ചെങ്കിൽ ഇവിടെ BJP-ക്ക് പ്രതികൂലമായി സംഭവിക്കുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 4 സീറ്റുകളിൽ 4 സീറ്റുകളിലാണ് 4-3 എന്ന നിലയ്ക്ക് ശ്രീജിത്ത്, ഈ RK പുരത്തും രോഹിണിയിലും ഒക്കെ BJP ആണ് മുന്നോട്ട് നിൽക്കുക. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള നഗര കേന്ദ്രീകൃത വോട്ടുകൾ വരുന്ന സ്ഥലമാണല്ലോ RK പുരവും രോഹിണിയും ഒക്കെ. അപ്പൊ അവിടുത്തെ ഇപ്പോഴും BJP തന്നെയാണ് ലീഡ്. ഇത് ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള ഒരു സൂചനയിലേക്ക് ഇപ്പോൾ ഒന്നും എത്താൻ കഴിയില്ല എങ്കിൽ കൂടി തീർച്ചയായും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 54% വോട്ട് നരേന്ദ്രമോദി ഭരിക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്ന ജനസാമാന്യമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. അവിടെ ആം ആദ്മി പാർട്ടി മെല്ലെ കയറി വരുന്ന ഒരു ചിത്രം നമുക്ക് വളരെ കൗതുകരമായിരിക്കും. എന്തായാലും ഒരു 12 മണി വരെ ഈ കൗതുകം തുടരും. ഏകപക്ഷീയമായ മുന്നേറ്റം BJP-ക്ക് ഉണ്ടാകില്ല എന്നും BJP അധികാരത്തിലേക്ക് എന്ന രൂപത്തിൽ ചർച്ച
കൊണ്ടുപോകേണ്ടി വരില്ല എന്നുമാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വളരെ കൗതുകകരമാണ് കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ, അതായത് ഇപ്പോൾ സമയം 8:15, അതായത് ആദ്യ ഫലസൂചനകൾ 8:15 വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഫലസൂചനകൾക്ക് മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു എന്നത് വളരെ കൗതുകരമായ കാര്യം. കൗതുകമല്ല, ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ അധികാര തുടർച്ച ഉണ്ടാകും. മനീഷ് സിസോദിയ ഇന്ന് മാധ്യമപ്രവർത്തകരെ രാവിലെ കണ്ടപ്പോഴും പറഞ്ഞത് എന്തായാലും ആ സർക്കാർ തന്നെ അധികാരത്തിൽ തുടരും, BJP ഒരു കാരണവശാലും അതിൽ പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നാണ് ഇന്ന് മനീഷ് സിസോദിയ രാവിലെ പറഞ്ഞത്. ആ സൂചനയാണ് ഇപ്പോൾ വരുന്നതെന്ന് തോന്നുന്നു. 5-3 എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ലിജോ, വീണ്ടും അതായത് ഈ ചില മണ്ഡലങ്ങൾ, അതായത് BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ സേതു നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ മുന്നേറുന്നുണ്ടാവും. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ലീഡ് ചെയ്യേണ്ട മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ അതൊരുപക്ഷെ ഇനി അങ്ങോട്ട് ഇനി വരും മണിക്കൂറുകളിലെ പോക്കിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി BJP പ്രതീക്ഷ വെക്കുന്നു അതിൽ തന്നെ ആയിരിക്കും. കാരണം അത് വലിയ തരത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 19% വോട്ട് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെ സമീപകാലത്തുള്ള ഏറ്റവും നല്ലൊരു പ്രകടനമാണ്. 2013 ശേഷം ഒരു 19% വോട്ട് ഷെയർ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഉള്ളത്. അതിന്റെ പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ ഇത്തവണ, അല്ലെങ്കിൽ അതിന്റെ ഒരു അഹങ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തവണ കോൺഗ്രസ് മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് പോലും. പക്ഷെ അത് വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കുമെന്നുള്ളതും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിൽ അത് കഴിഞ്ഞ തവണ ബീഹാറിലടക്കം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ BJP ജയിക്കുന്ന, വളരെ സിമ്പിളായി BJP ജയിച്ചു പോകുന്നത് കണ്ടിരുന്നു. ഒരേ ലിജോ ഒരക്കം കൂടി കൂട്ടിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി 6-3 എത്തിയിട്ടുണ്ട്.